ഷാരൂണിലെ റോസാപ്പൂവിനെ പോലെ അവൾ തന്റെ കാലുകളിലേക്ക് നോക്കി. വീട്ടിൽ വന്ന് പാലും പലഹാരവും നൽകി. അദ്ദേഹം അവളോട് ചോദിച്ചു, കുട്ടി, നിന്റെ പേര്? സെനി. സ്വന്തം സ്ഥലം? പഞ്ചാബിലെ ചിനാമതിക്കര. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ കാരണം? സ്വാമി, ഞങ്ങളുടെ അയൽപക്കത്തെ ഹിന്ദു കുട്ടികളും ഇന്നലെ ഒന്നിച്ച് കളിച്ചു വളർന്നു. ഈ വൃദ്ധന് ആരുമില്ല. ഇനി എനിക്കുള്ളതല്ല, നിന്റേതാണ്. എന്നാൽ സെനീബിനുള്ളിലെ സ്ത്രീ സഹജമായ വാസനകൾ ഉണർന്നുകൊണ്ടേയിരുന്നു. തുടങ്ങിയപ്പോൾ അവളെ പദമാറ്റി വീണ്ടും നാട്ടുകാർ ആ 18കാരിയെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങിയപ്പോൾ അവളെ വിവാഹം ചെയ്തു. 18 വയസ്സുള്ള ഭാര്യയെ 58 വയസ്സുള്ള ഭർത്താവ്. 11 മാസങ്ങൾക്ക് ശേഷം സെനി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ വിധി അതേതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. നമ്മുടെ സെനീബയെ 4 വയസ്സുള്ള തന്റെ കുഞ്ഞിന്റെ ഭർത്താവിനെ അരികിൽ നിന്ന് അവളെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയി. പാകിസ്ഥാനിലെത്തിയ അവളെ തന്റെ ബന്ധുക്കൾ നിർബന്ധിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. ഭൂട്ടോ സിംഗ് തന്റെ 4 വയസ്സുള്ള കുഞ്ഞിനെയും സ്വത്തുക്കൾ വിറ്റ പണവുമായി നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കടന്നു. 6 മാസങ്ങൾ കൊണ്ട് സെനീബിനെ കണ്ടെത്തി. അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതല്ല അവളുടെ പുതിയ ഭർത്താവും ബന്ധുക്കളും അവരെ പോലീസിൽ ഏൽപ്പിച്ചു. ഇനി പോലീസും കേസും കോടതിയുമല്ല, അനീതി
ചേച്ചി അവരോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങൾ എന്തിന് നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കടന്നു? ഞാൻ എന്റെ ഭാര്യയെ തേടി അവളെ വിട്ടയക്കണേ യജമാനേ, ഞങ്ങൾ പോയിക്കോളാം. കുട്ടി, ഈ നിൽക്കുന്ന ആളെ അറിയുമോ? അറിയും. ഇതാ ആരാണ്? ഇതെന്റെ ആദ്യ ഭർത്താവ്, എന്റെ മകളുമാണ്. നീ ഇവർക്കൊപ്പം പോകുന്നു. സലീമിനെ തന്റെ പുതിയ ഭർത്താവ് ബന്ധുക്കൾ പറഞ്ഞു ഭയപ്പെടും. നീ അവർക്ക് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ അത് പറയും. അവൾ പറഞ്ഞു ഇല്ല. കൂട്ടാസി അവളോട് ചോദിച്ചു, കുഞ്ഞിനെയും എടുത്ത് എങ്ങോട്ട് നിലാറെ യാത്ര തുടർന്നു. വഴി നീളെ കുട്ടി ബാപ്പയോട് ചോദിച്ചു, സ്വർഗത്തിൽ വെച്ച് കാണാം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കേട്ടോ. അതെ, കുഞ്ഞിനെയും എടുത്ത് ഷാർഖാന റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അതെ, അവിടെ വെച്ച് കുഞ്ഞിയുടെ ഒരിക്കൽ കൂടി പറഞ്ഞു, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കേട്ടോ. അവിടെ വെച്ച് നമുക്ക് ഉമ്മേനെ കാണാം. അതിനെ പാഞ്ഞു വരുന്ന തീവണ്ടി അദ്ദേഹം കുഞ്ഞിനെ എടുത്ത് തീവണ്ടി അതൊരു അലർച്ചയോടെ കടന്നുപോയി. മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലാഹോറുള്ള ഒരാൾ മകനെ ദത്തെടുത്തു. ഭൂട്ടാസിന്റെ ശരീരം അന്ന് തന്നെ ലാഹോറുള്ള ഒരു ശവക്കല്ലറയിൽ സംസ്കരിച്ചു. ഇതെന്റെ ശരീരം ഒരു ഭ്രാന്തിയായി. അർദ്ധരാത്രി തന്നെ അവളുടെ ഭർത്താവ് അവളെ മോൾച്ചൊല്ലി ഇറക്കി വിട്ടു. അങ്ങനെ അർദ്ധരാത്രി സ്വതന്ത്രയായവൾ ഇന്നും തന്റെ പ്രിയതമ്മന്റെ ശവകുടീരത്തിൽ അവൾ അന്തിയോർന്നു. ആകാരം മണൽത്തരികളെ പോലും നുള്ളി നോവിച്ചിട്ടുണ്ടാകാം.